പ്രിയപ്പെട്ടവരെ, സ്വയംഭരണാധികാരമുള്ള പൗരസ്ത്യ കത്തോലിക്ക സഭകളിലൊന്നാണ് ഈശോയുടെ ശിഷ്യനും ഭാരതത്തിൻ്റെ അപ്പസ്തോലനുമായ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ സിറോ മലബാർ സഭ. സിറോ മലബാർ സഭയുടെ ആരാധനാക്രമം പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. സിറോ മലബാർ സഭാ സിനഡ് തീരുമാനിച്ചതും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുമായ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതിയാണ് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക വിശുദ്ധ കുർബാന. 16-ാം നൂറ്റാണ്ട് വരെ എദേസായിൽ നിന്നുള്ള സുറിയാനി പിതാക്കന്മാരാണ് മാർത്തോമാ ക്രിസ്ത്യാനികളെ നയിച്ചിരുന്നത്. 1599 ഉദയം പേരൂർ സൂരഹദോസോടുകൂടിയാണ് സിറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ മാറ്റങ്ങളും നവീകരണങ്ങളും കൂട്ടിച്ചേർക്കലുകളും വന്നു തുടങ്ങിയത്. 1962 പിന്നീട് 1968 കുർബാന തക്സയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നവീകരിച്ച് റോമിൻ്റെ അനുവാദത്തോടുകൂടി പരീക്ഷണാർത്ഥം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പരീക്ഷണ കാലാവധി പൂർത്തിയായതിനാൽ 1980 കുർബാന തക്സയുടെ നിയതമായ ടെക്സ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സിറോ മലബാർ ഹൈരാർക്കിയോട് പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെടുകയുണ്ടായി. അതനുസരിച്ച് 1983 പരിശുദ്ധ കുർബാനയുടെ നവീകരിച്ച പതിപ്പ് സിറോ മലബാർ സഭ റോമിൽ സമർപ്പിച്ചു. കുർബാനയുടെ മലയാളം ടെക്സ്റ്റ് 1985 ഡിസംബർ 19 പൗരസ്ത്യ തിരുസംഘം അംഗീകരിച്ചു നൽകുകയും 1986 ഫെബ്രുവരി 8 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വെച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഉദ്ഘാടനം ചെയ്യുകയുമുണ്ടായി. 1998 നടന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയെ തുടർന്ന് 1999 കൂടിയ സിനഡ് കുർബാനയുടെ നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആരാധനാക്രമ ആഘോഷത്തിൽ ഐക്യത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചും ഏറെ ചിന്തിക്കുകയും ചർച്ചകൾ നടത്തുകയും അതിനുതകുന്ന തീരുമാനങ്ങൾ എടുക്കുകയുമുണ്ടായി. അതനുസരിച്ച് 2000 ജൂലൈ 3 ദുഃഖ്രാന തിരുനാൾ മുതൽ സിറോ മലബാർ സഭയിൽ ആകമാനം ഒരേ രീതിയിൽ, അതായത് കുർബാനയുടെ ആരംഭം മുതൽ അനാഫറ വരെയുള്ള ഭാഗം ജനാഭിമുഖമായും അനാഫറ മുതൽ വിശുദ്ധ കുർബാന സ്വീകരണം ഉൾപ്പെടെയുള്ള ഭാഗം ബലിപീഠാഭിമുഖമായും കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള ഭാഗം ജനാഭിമുഖമായും അർപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ സിനഡൽ തീരുമാനം നടപ്പിലാക്കാൻ ചില രൂപതകൾക്ക് സാധിച്ചില്ല. 2013 ആഗസ്റ്റ് മാസത്തിലെ സിനഡ് വിശുദ്ധ കുർബാനയുടെ നവീകരണവുമായി മുന്നോട്ടു പോകാൻ ലിറ്റർജി കമ്മീഷനോട് നിർദ്ദേശിച്ചു. 2014 ജനുവരിയിലെ സിനഡ് വിശുദ്ധ കുർബാനയുടെ നവീകരണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ലിറ്റർജി കമ്മീഷനെ അറിയിക്കാൻ എല്ലാ മെത്രാന്മാരോടും ആവശ്യപ്പെട്ടു. ആ നിർദ്ദേശങ്ങളെല്ലാം ലിറ്റർജി കമ്മീഷൻ ക്രോഡീകരിച്ച് 2015 ആഗസ്റ്റിലെ സിനഡിൽ അവതരിപ്പിച്ചു. പൊതുവായി കണ്ടെത്തിയ നിർദ്ദേശങ്ങൾക്കനുസരണം തക്സയിൽ മാറ്റം വരുത്താനുള്ള സിനഡ് നിർദ്ദേശമനുസരിച്ച് മെത്രാന്മാരുടെ സ്പെഷ്യൽ കമ്മിറ്റി ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. എല്ലാ രൂപതകളിലെയും വൈദിക, സന്യസ്ത, അൽമായ പ്രതിനിധികളും ദൈവശാസ്ത്ര ആരാധനാക്രമ പണ്ഡിതരും ഉൾക്കൊള്ളുന്ന സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി കുർബാന തക്സ നവീകരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഒരു ഡ്രാഫ്റ്റ് 2017 ആഗസ്റ്റിലെ സിനഡിൽ അവതരിപ്പിച്ചു. സിനഡിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ ഉണ്ടായ പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ഡ്രാഫ്റ്റ് 2020 ജനുവരിയിലെ സിനഡിൽ അവതരിപ്പിച്ചു. നവീകരിച്ച കുർബാന തക്സയിൽ കാലാനുസൃതമായി ഭാഷാശുദ്ധി വരുത്തുകയും മൂലരൂപത്തോട് കൂടുതൽ യോജിക്കുന്ന പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയും മാർ അദ്ദായി, മാർ മാറി കൂദാശാക്രമത്തിനു പുറമെ മാർ തെയദോറിൻ്റെയും മാർ നെസ്തോറിയസിൻ്റെയും കൂദാശാക്രമങ്ങൾ കൂട്ടിച്ചേർക്കുകയും കൂദാശ കർമ്മ വിധികൾ കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സിനഡ് ചില ഭേദഗതികളോടെ ഡ്രാഫ്റ്റ് അംഗീകരിക്കുകയും റോമിൽ നിന്നുള്ള അംഗീകാരത്തിനായി കുർബാന തക്സ അയക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. 2020 ജൂലൈ 10 പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരത്തിനായി കുർബാന തക്സ മേജർ ആർച്ച് ബിഷപ്പ് റോമിലേക്ക് അയച്ചു കൊടുത്തു. 2021 ജൂൺ 9
പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം കുർബാന തക്സ അംഗീകരിച്ചു കൽപ്പന പുറപ്പെടുവിച്ചു. ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കാനുള്ള 1999 സിനഡ് തീരുമാനം എല്ലാവരും സ്വീകരിക്കണമെന്നും നവീകരിച്ച കുർബാനക്രമം താമസം വിന നടപ്പിലാക്കണമെന്നും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 ജൂലൈ 3 സീറോ മലബാർ സഭാ സമൂഹത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിന് കത്തു നൽകി. പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ നിർദ്ദേശപ്രകാരവും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പന പ്രകാരവും റാസ കുർബാനയുടെയും ആഘോഷപൂർവകമായ കുർബാനയുടെയും സാധാരണ കുർബാനയുടെയും തക്സ 2021 സെപ്റ്റംബർ 8 പ്രസിദ്ധീകരിച്ചു. 1986 1989 പ്രസിദ്ധീകരിച്ച തക്സയനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കാർമ്മികൻ മുഴുവൻ സമയവും ബലിപീഠത്തിന് അഭിമുഖമായി നിൽക്കാനും പ്രാർത്ഥനാ അഭ്യർത്ഥന വേളയിലും സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോഴും മാത്രം ജനങ്ങളുടെ നേരെ തിരിയാനുമാണ് നിർദ്ദേശിച്ചിരുന്നത്. ഈ നിർദ്ദേശങ്ങൾ തന്നെയാണ് 2020 ജൂലൈ 10 പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ അംഗീകാരത്തിനായി സമർപ്പിച്ച കരട് ടെക്സ്റ്റിലും ഉണ്ടായിരുന്നത്. 2020 നവംബർ 9 പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച കത്തിൽ പുതിയ കുർബാന തക്സയിൽ ഏകീകൃത വിശുദ്ധ കുർബാന സംബന്ധമായ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. 2021 ജൂൺ 9 പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കർദിനാൾ ലിയോനാർഡോ സാന്ദ്രി ഏകീകൃത കുർബാന തക്സ അംഗീകരിച്ചുകൊണ്ട് നൽകിയ കത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. സീറോ മലബാർ സഭാ സിനഡ് തീരുമാനിക്കുകയും പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം അംഗീകരിക്കുകയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെടുകയും ചെയ്ത ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം സീറോ മലബാർ സഭയിൽ ഉടൻ നടപ്പിലാക്കണം. വചന ശുശ്രൂഷയുടെ ഭാഗം ബേമയ്ക്കരികിൽ നിന്നുകൊണ്ട് ജനാഭിമുഖമായും അനാഫറയുടെ ഭാഗം കിഴക്കിനഭിമുഖമായി അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടും ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷമുള്ള ഭാഗം ജനാഭിമുഖമായി നിന്നുകൊണ്ടുമാണ് കാർമ്മികൻ അർപ്പിക്കേണ്ടത്. പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ ഈ നിർദ്ദേശം 2021 ആഗസ്റ്റ് 16 മുതൽ 27 വരെ നടന്ന സിനഡ് ചർച്ച ചെയ്യുകയും തക്സയിൽ ചേർക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 2021 സെപ്റ്റംബർ 8 പ്രസിദ്ധീകരിച്ച കുർബാന തക്സയിലെ പൊതുനിർദ്ദേശങ്ങളിൽ നമ്പർ 7 പൗരസ്ത്യ കാര്യാലയത്തിന്റെ പ്രസ്തുത നിർദ്ദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന തക്സ അംഗീകരിച്ചുകൊണ്ടുള്ള പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ നിന്നുള്ള 2021 ജൂൺ 9 കത്തും ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം ഉടൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2021 ജൂലൈ 3 ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ കത്തും നവീകരിച്ച കുർബാന തക്സ വിളംബരം ചെയ്തുകൊണ്ടും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവും മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവയ്ക്കുന്ന ആരാധനാക്രമ കമ്മീഷൻ ചെയർമാന്റെ പ്രസ്താവനയും 2021 സെപ്റ്റംബർ 8 പ്രസിദ്ധീകരിച്ച സീറോ മലബാർ സഭയുടെ കുർബാന തക്സയുടെ ആരംഭത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2021 സെപ്റ്റംബർ 28 നവീകരിച്ച കുർബാനക്രമവും ഏകീകൃത അർപ്പണ രീതിയും സീറോ മലബാർ സഭയിൽ നിലവിൽ വന്നു.